എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. ഇന്ന് വിചാരിക്കണേ ഇവളെന്താ ഇങ്ങനെ വീഡിയോ എടുക്കണേന്ന്. പുറത്ത് പോകാൻ പറ്റില്ല, അമ്മാതിരി മഴയാണ്. മഴയുടെ സൗണ്ടിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കില്ല. എനിക്ക് നല്ല പോലെ ജലദോഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് എടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ എടുത്തിട്ടായിട്ട് സംസാരിക്കുന്നത്. പിന്നെന്താ പറയാ, എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? പിന്നെ എനിക്ക് എന്തായാലും ലീവൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ലീവ് എടുക്കാൻ നിൽക്കണ്ട, എല്ലാരും പണിക്ക് പോയിക്കോളാം. അതങ്ങനെ തന്നെയാണ്. ഇനി അസുഖമാണെങ്കിലും ഇനി അല്ലെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പണി മസ്റ്റാണ്. പണിക്ക് പോവാം. ഒന്നും പറയാൻ കഴിയില്ല. ഭയങ്കര 2 ദിവസത്തെ എന്താ പറയാ, ഈ 2 സൈഡും ഭയങ്കര വേദനയാണ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഭയങ്കര ജാടയാണോ അഹങ്കാരാണോ എന്തുണ്ടായിട്ടാ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ. ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം ഇതൊന്നും ശരിയല്ല. ഇത് മൊത്തത്തിലേ ശരിയല്ലാണ്ടിരിക്കണാണ്. അപ്പൊ ചിലപ്പോ ഞാൻ അങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഓക്കെ, അല്ലാണ്ട് ജാടയായിട്ടോ അഹങ്കാരായിട്ടോ ഒന്നുമില്ല. അഹങ്കരിക്കാൻ മാത്രം എന്തുണ്ട്? ഒന്നുമില്ല. നാളെ ചത്തുപോയാൽ പുഴുവാകുന്ന ശരീരം മാത്രം. പിന്നെന്താ പറയാ, ആവി പിടിച്ചാ ചിലവര് ആവി പിടിച്ചു കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് സെറ്റാവും ജലദോഷം എന്ന് പറഞ്ഞു. അതും വിചാരിച്ചുകൊണ്ട് ആവി പിടിച്ചിട്ട് ഇപ്പൊ മൂക്കിനുള്ള പഞ്ഞി വെക്കേണ്ട അവസ്ഥയായി. വലിച്ച് മേലോട്ട് എടുക്കാനല്ലാതെ എന്താ ചെയ്യാ? വൈകുന്നേരം വരെ ഷോപ്പിൽ പോയിട്ട് ഇരിക്കണ്ടല്ലേ? ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ. ജലദോഷമാണെങ്കിൽ ആവി പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ആവി പിടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർ ആവി പിടിച്ചാ ഷോപ്പിൽ പോയിട്ട് മേലോട്ട് നോക്കിക്കേണ്ടി വരും. കാരണം ഇത് താഴ്ത്തി വെക്കാൻ പറ്റൂല, കണ്ടോണ്ടിരിക്കും. എന്തൊക്കെ ഐഡിയ ആണ് തമ്പുരാന്മാരെ. പിന്നെ അരങ്ങാണ്ടോ ചോദിച്ചു. എന്താ പറഞ്ഞേ? ഇങ്ങനെ കുടയുമ്പോ ചില നടന്നു പോയിട്ട് ഓരോന്ന് പറയുന്ന ആൾക്കാരാണോ വ്ളോഗർ എന്ന്. അപ്പൊ ഞാൻ എന്നെ വ്ളോഗറായിട്ട് ആരോടും വ്ളോഗറായിട്ട് അംഗീകരിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ വ്ളോഗർ ആണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെയാണ് കമന്റിൽ ഓരോന്ന് പറയുന്നത്. അത് എന്റെ മെക്കിട്ടിട്ട് വല്ല കാര്യമുണ്ടാ? എന്റെ ഈ പേജില് എന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന രീതിയിൽ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഞാൻ പോകുന്നു. അല്ലാണ്ട് എനിക്ക് അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ കുറെ സ്റ്റേജിൽ കയറി അംഗീകാരം വാങ്ങണോ, എന്നെ ഇൻഫ്ലുവൻസർ ആണോ, നിങ്ങൾ പറഞ്ഞ പോലെ വ്ളോഗർ ആണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് ഒച്ച എടുപ്പിക്കരുത്. ചിലപ്പോ ഈ അസുഖം വന്ന സമയത്തായിരിക്കും ഇമാതിരി സാധനങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ ഇന്ന് ദേഷ്യം വരും. പക്ഷെ മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പണിക്ക് പോവാ, ചായ ഒക്കെ കുടിക്കുക. നല്ല കട്ടക്കട്ട മഴയാണ് വരുന്നത്.